ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് പുതിയൊരു കാര്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ നഴ്സറി അല്ലെങ്കിൽ തൈ ഉണ്ടാക്കുന്ന ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും സാധാരണ ആളുകളിലേക്ക് അത്രയ്ക്ക് എത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മുടെ ലെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലെയറിങ് ടെക്നിക്ക്, അതായത് പ്രൊപ്പഗേഷൻ്റെ ഒരു ടെക്നിക്കാണ് ലെയറിങ് അല്ലെങ്കിൽ പതിവയ്ക്കൽ എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മളൊരു ബ്രാഞ്ചിൻ്റെ, ഒരു മദർ പ്ലാന്റിൻ്റെ, നമ്മുടെ വീട്ടിലൊരു മാവുണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാവുണ്ട്, അപ്പം അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ, ആ ഒരു പ്ലാന്റിൻ്റെ, ആ മരത്തിൻ്റെ അതേ റിപ്ലിക്ക, അതേ പതിപ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലെയറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പതിവയ്ക്കൽ എന്ന് പറയും. മലയാളത്തിൽ പതിവയ്ക്കൽ എന്ന് പറയും. അതായത് അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ, അതിൻ്റെ ഒരു ശിഖരത്തിൽ ചെറിയൊരു അതിൻ്റെ ബാർക്ക് അതിനെ തൊലിച്ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും ഇച്ചിരി വളങ്ങളും ഒക്കെ ചേർത്ത് അത് കെട്ടിവെച്ച് കുറച്ച് നാൾ കഴിയുമ്പം അതിൽ വേരുകൾ വരികയും എന്നിട്ട് നമ്മളത് ആ ബ്രാഞ്ച് ആ കെട്ടിവെച്ചതിൻ്റെ അടിഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് ആ കെട്ടിവെച്ചത് തുറക്കുമ്പോൾ വേരുകളുമായിട്ടുള്ളൊരു പുതിയൊരു തൈയായി അത് നമുക്ക് മണ്ണിലോട്ട് നട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു പുതിയ അതേ മദർ പ്ലാന്റിൻ്റെ, മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ഒരു തൈ നമുക്ക് കിട്ടുകയാണ്. അപ്പം ആ ടെക്നിക്കാണ്, അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ ഇത് പുതിയൊരു രീതി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നാരകത്തിൻ്റെ ഷോർട്സ് ഇട്ടായിരുന്നു. നാരങ്ങയുടെ ഒരു തോട്ടത്തിൽ പോയതിൻ്റെ ഷോർട്സ് ഇട്ടായിരുന്നു. അവിടെ ഒരു തൈയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ തൈയൊക്കെ ഇതുപോലത്തെ ലെയർ തൈകളാണ്. ഞാൻ അവിടെ കണ്ട ഒരു സംഭവമാണ് ഈ റൂട്ട് ബോൾസ് എന്ന് പറയുന്നത്. ഇപ്പം പല നഴ്സറിക്കാരും അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റൂട്ട് ബോൾസ്. നമുക്ക് ആമസോണിലൊക്കെ 500 രൂപയ്ക്കൊക്കെ 8 പീസും 10 പീസും അങ്ങനെയൊക്കെ കിട്ടും. 2 ഇഞ്ചിൻ്റെ പല വലുപ്പത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്നെൻ്റെ ലക്ഷ്യം. ഇതാണ് നമ്മുടെ റൂട്ട് ബോൾസ്, ലെയറിങ്ങിൻ്റെ റൂട്ട് ബോൾസ്. ഇത് നോക്കിക്കോളൂ, നിങ്ങൾ നോക്കിയേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലെയറിങ് ചെയ്യുന്നവർക്കറിയാം. അതായത് പ്ലാന്റിൻ്റെ തൊലി എത്തിയ ശേഷം ഇതുപോലൊരു തുണിയോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ അകത്ത് നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം ഇതിങ്ങനെ കവർ ചെയ്തിങ്ങനെ വെക്കും, ചേർത്തങ്ങ് വെക്കും. ചേർത്ത് ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിങ്ങനെ ക്ലിപ്പിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിങ്ങനെ ലോക്കായി കിടക്കും. ശബ്ദം കേൾക്കും, അത് ലോക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ മുകളിലോട്ടും താഴോട്ടും പോകാനുള്ള ഗ്യാപ്പുണ്ട്. എന്നിട്ട് അത് ലോക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഇതിൽ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേര് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറ്റും. വേര് വന്നിട്ടോ അത്യാവശ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ വെച്ച് മുറിച്ച് നമുക്കൊരു പുതിയ തൈയായിട്ട് ഉപയോഗിക്കാം. ഇത് റീയൂസബിളും കൂടെയാണ്. അതായത് നമ്മൾ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം ഈ ലോക്കങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ, ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത തവണ പിന്നെയും ഉപയോഗിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടും ഇതിൻ്റെ ഉപയോഗം. ഇത് കൂട്ട് ഒരു 8 പീസ് ഞാൻ മേടിച്ചിട്ട്, ഇത് 3 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. 3 ഇഞ്ച് വലുപ്പമുള്ളതാണ്. ഇതുപോലത്തെ പല വലുപ്പം 2 ഇഞ്ചിൻ്റെയും 4 ഇഞ്ചിൻ്റെയും ഒക്കെ ഉണ്ട്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നോക്കി വാങ്ങിക്കുക. അല്ലെങ്കിൽ പലതും കുറച്ച് പീസ് 4 പീസ് വെച്ച് പല ഇഞ്ചിൻ്റെയും, അതായത് 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെ എല്ലാ തരത്തിലുള്ളതും വാങ്ങിക്കാം നിങ്ങൾക്ക്, നിങ്ങളുടെ ഉപയോഗം പോലെ. ഇത് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ പ്ലാന്റ്സൊക്കെ ലെയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്രാവശ്യം ഒരു പ്ലാന്റ് കുറച്ച് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. തൈകളല്ല, ബ്രാഞ്ചസ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് വാങ്ങിച്ചത്. കുറച്ച് നാളായി ഇത് വാങ്ങി വെച്ചിട്ട്. അന്ന് ഏകദേശം 8 പീസ് ഞാൻ വാങ്ങിച്ചതിന് എനിക്ക് ഏകദേശം 500 രൂപയോളമായി. ഇന്നതിലും വില കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ പതിവയ്ക്കൽ അഥവാ ഈ ലെയറിങ് ടെക്നിക്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് ഈ പൊട്ടി മിശ്രിതം അതിൻ്റെ അകത്ത് തയ്യാറാക്കി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വേരെല്ലാം ഇറങ്ങി കഴിയുമ്പം ആ പ്ലാസ്റ്റിക് കവറെല്ലാം ചിലപ്പോൾ കീറിയും ഒക്കെ പോകും. പിന്നെ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ ചിലപ്പോൾ ചിലർ കുപ്പിക്കകത്തൊക്കെ വെക്കാറുണ്ട്. അത് കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പൈസ മുടക്കില്ലാതെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് നാളും കൂടി റീയൂസ് ചെയ്യാനും എല്ലാം സൗകര്യമുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതുകൊണ്ട് ഞാൻ മേടിച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും കാണിക്കുകയും ചെയ്യാമല്ലോ, അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ ഓവറായിട്ടുള്ള നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഓവറായിട്ട് വെള്ളം പോകാൻ പാടില്ല. നമ്മുടെ ഈ
അകത്ത് വെച്ചിരിക്കുന്ന ഈ വേര് വരാനുള്ള മണ്ണും പൊട്ടി മിശ്രിതവും അതെല്ലാം കൂടെ പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഓവറായിട്ട് വെള്ളം വരാനും പാടില്ല, അതുപോലെ ഇത് ഡ്രൈ ആയും പോകാൻ പാടില്ല. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഉണങ്ങി വേര് പുറത്തോട്ട് വരാതെ, വേരിന് പുറത്തോട്ട് വരണമെങ്കിൽ മോയ്സ്ചറായിട്ടുള്ള ഒരു എന്താ പറയുക, മോയ്സ്ചറായിട്ടുള്ള മണ്ണ് വേണം. അതായത് ശരിക്കും ഇതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നാച്ചുറലായിട്ട് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബ്രാഞ്ചുകൾ ഇങ്ങനെ വളഞ്ഞ് മണ്ണിനോട് ചേർന്ന് വരും. മരത്തിൻ്റെ ആ മണ്ണിനോട് ചേർന്ന് വരുന്ന ബ്രാഞ്ചുകൾ മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോൾ അതിൽ വേരുകളുണ്ടാവുകയും അതൊരു പുതിയ തൈയായിട്ട് മാറുക ചെയ്യുന്നത്. ഇത് പണ്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഈ ഒരു പ്രൊപ്പഗേഷൻ ടെക്നിക്ക് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോൾ അവിടെ ഈർപ്പവും ഇതെല്ലാം ഉണ്ടായിട്ടാണ് ഈ വേരുകൾ ഇറങ്ങുന്നത്. ഡ്രൈ ആയിട്ട് കിടന്നാൽ ഒരിക്കലും അത് ഇറങ്ങത്തില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ലെയറിങ് ടെക്നിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം ഞാനത് ഒരു പ്ലാന്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മളിത് പ്രൂൺ ചെയ്യുന്ന പല ബ്രാഞ്ചസും ഉണ്ട്. പ്രൂൺ ചെയ്യുന്ന ബ്രാഞ്ചസൊക്കെ നല്ല പ്ലാന്റ് ആണെങ്കിൽ നമുക്കത് ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പ്രൂൺ ചെയ്തതിന് പകരം ഒരു പ്രൊപ്പഗേഷൻ സാധ്യതയും കൂടെ അവിടെ തെളിയുകയാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുമുണ്ട്, എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ പ്ലാന്റ് കിട്ടുന്നുമുണ്ട്. അപ്പം നമുക്ക് ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ 2 രീതിയിലുള്ള ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ടെക്നിക്ക് അതിൻ്റെ സാധ്യതകൾ തെളിയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിന് പോട്ടി മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ഈ ലെയറിങ്ങിൻ്റെ റൂട്ട് ബോൾസിനുള്ളിൽ വയ്ക്കാൻ വേണ്ടി ഉള്ള പോട്ടി മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടി മണ്ണെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മൊത്തം കാണാൻ ഇവിടെ കിളച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭാഗത്തെ മണ്ണെടുക്കുവാണ്. ഇവിടെ നല്ല മണ്ണിരയും ഒക്കെ ഉണ്ടായിരുന്നു. മണ്ണിരയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, കുരിപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നല്ല ഉണക്കച്ചാണകമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഉണക്കച്ചാണകം എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തരികളൊന്നും ഇല്ലാത്ത നല്ല ഉണക്കച്ചാണകമാണ്. നല്ല ഇതായിട്ട് നല്ല പരുവത്തിനാണ്, നല്ല ഈർപ്പം എല്ലാം ഉണ്ട്. പിന്നെ മണ്ണിനോട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മണ്ണ് കുറച്ച് ഇതിൻ്റെ അകത്ത് വേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കളഞ്ഞിട്ടേ അതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് ഒരു പാത്രം കൊണ്ടുവന്നാണ്. ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ മണ്ണും ഇതും എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. വേരൊക്കെ ഉണ്ട്, അതൊക്കെ പിറക്കി കളയണം. ഇത്തിരി കട്ടിയായിട്ടുള്ള സാധനങ്ങളെല്ലാം പിറക്കി കളയണം. അപ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞ് നല്ല തരിതരിപ്പുള്ള അധികം ഈ കല്ലും ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ, ചെറിയ കല്ലൊന്നും കുഴപ്പമില്ല, ചെറിയ കല്ലുകളൊന്നും കുഴപ്പമില്ല, അധികം കല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇതെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മണ്ണ് കുറേ കളി ഇതിൻ്റെ കല്ലൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. നമ്മൾ പക്ഷേ നമ്മൾ വേര് പിടിക്കുമ്പോൾ ഒത്തിരി വലിയ കല്ലൊന്നും അതിൻ്റെ ആ റൂട്ട് ബോൾസിനകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തിരുമ്പുമ്പോൾ നമുക്കറിയാം. ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയുക. ഈ തെങ്ങിൻ്റെ ഇവിടെ അടുത്ത് തന്നെ തെങ്ങും വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേരുകൾ ഇത് നല്ല വളക്കൂറുള്ള ഭാഗമായതുകൊണ്ട് അങ്ങോട്ട് വരും. അതിൻ്റെ ഉപരിതലത്തിലെ വേരുകൾ ഇങ്ങനെ നിരങ്ങി വളമുള്ളിടത്തോട്ട് വരും. തെങ്ങിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. തെങ്ങിൻ്റെ വേരുകൾ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഇതുണ്ടോ, ഇതൊക്കെ നിൽപ്പുണ്ട്. ആ വേരുകൾ ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് പെടാതെ കളഞ്ഞേക്കാം നമുക്ക് എടുത്തിട്ട്. അങ്ങനെയൊക്കെ വരുന്ന വേരുകളുടെ അറ്റവും കഷ്ണമൊക്കെയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് കളയുക. വലിയ കല്ലൊക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് കളയുക. നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ സാധനം വേണം നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെക്കാൻ. ഇത് കണ്ടോ, ഇന്ന് ചാണകം മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് കപ്പ നടുന്ന വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചാരവും ചാണകവും എല്ലാം കൂടെ മിക്സാക്കി അതിൻ്റെ കുറച്ച് ബാക്കി കിടപ്പുണ്ടായിരുന്നു. അത് ഇതിന് അധികം വേണ്ടല്ലോ നിറയ്ക്കാനത്. അത് ആ മിക്സാണ് നമ്മൾ ചാണകം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് എല്ലാം തന്നെ ഉണ്ട്. അത്യാവശ്യം ചാണകമാണ് മുകളിൽ നിൽക്കുന്നത്, കൂടുതലായിട്ട് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം.
അതുകൊണ്ട് ചാണകത്തിൻ്റെ കളറിലും രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പം ആ ചാണകവും ചാരവും എല്ലാം കൂടെ മണ്ണും എല്ലാം കൂടെ ഉള്ള ആ സംഭവം അതിൻ്റെ അത് ഇടയ്ക്ക് അതുകൊണ്ട് ഈ ചാരത്തിൻ്റെ കരിക്കട്ടയൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ കരിക്കട്ടയാണ്, മുമ്പേയും കിട്ടിയായിരുന്നു. അതൊക്കെ എടുത്ത് കളയണം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജബോട്ടിക്കാപ്പ പ്ലാന്റിലാണ് നമ്മൾ ലെയറിങ് ചെയ്യുന്നത്. അപ്പോൾ ലെയറിങ് ചെയ്യുമ്പം നമ്മുടെ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 6-7 അടി പൊക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് 6 വർഷത്തോളം പഴക്കമുണ്ട്. 2020 നട്ട സാധനമാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല മൂത്ത ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഒത്തിരി ചെറിയ ഇതുണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് ഇപ്പം ഞാനിതിൽ ഈ ഒരു ഭാഗത്ത് ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഈ മുകളിലത്തെ ഭാഗത്തൊക്കെ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഞാൻ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തൊട്ട് ഇതുണ്ട്, ഈ ഭാഗത്തൊക്കെ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇവിടെ തന്നെയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് പൂവിട്ടതാണ് കേട്ടോ. അപ്പം പൂവിടാൻ തുടങ്ങിയ ഭാഗത്തോട്ടൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് ഇത് കായ്ക്കാൻ സാധ്യതയുണ്ടാവും. കാരണം നല്ല വലിയ ഭാഗത്തായിട്ട് നമ്മൾ 3 ഇഞ്ചിൻ്റെ റൂട്ട് ബോൾസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഭാഗത്തായിട്ടൊക്കെ തന്നെ നമുക്ക് ഇത് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഒരു വലിയ പ്ലാന്റ് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ലെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം മുഴുത്ത ഭാഗത്തൊക്കെയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്ന ഷൂട്ടുകളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ കായ്ച്ച് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചുകളിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങോട്ടും കായ്കൾ ഉണ്ടായി തുടങ്ങിയിടത്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് കായ്ക്കാനും സാധ്യതയുണ്ട്. ഇതുപോലൊരു ഭാഗം ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ റൂട്ട് ബോൾസ് എവിടെ വരുമെന്നും കൂടെ ഒരു മനസ്സിലൊരു ഇത് വേണം. എന്നിട്ട് 1 ഇഞ്ച് 2 ഇഞ്ച് കനത്തിൽ, 1.5 ഇഞ്ച് കനത്തിലൊക്കെ നമുക്കിത് 1 ഇഞ്ചായാലും മതി കേട്ടോ, 1 ഇഞ്ച് ധാരാളം മതി. അതുപോലെ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തി കൊടുക്കണം. മുകളിലും താഴെ ഇങ്ങനെ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ വരുമ്പോഴേക്കും അവിടെ അങ്ങ് കട്ടായി പൊക്കോളും. നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇറങ്ങി പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് ചെത്തി കൊടുക്കണം. ഒരു കാരണവശാലും ഈ തൊലിയുടെ ഒരു അംശം പോലും ഈ പ്രതലത്തിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെ ഈ തൊലിയുടെ എല്ലാം കട്ട് ചെയ്യണം. ഈ അകത്തെ ഭാഗം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, പച്ചപ്പായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ലെയറിങ് വിജയിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഫുൾ റൗണ്ടിൽ ഇത് കട്ട് ചെയ്യണം. ഈ ജബോട്ടിക്കാപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ തൊലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരയുടെയൊക്കെ തൊലി പോലെയാണ്. ഇത് കണ്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞ് പോരും. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്, ലെയർ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇത് ഞാൻ അത്യാവശ്യം ചുറ്റും റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ചുറ്റും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഈ ചുറ്റും ഈ ഭാഗത്തെല്ലാം ഇത് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. അത് ബാക്കി ഈ തൊലിയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിരണ്ടി നമ്മൾ കൊടുക്കണം. ചിരണ്ടി അത് ക്ലീനാക്കി എടുക്കണം. ഈ ഭാഗമൊക്കെ ചിരണ്ടി നമ്മളത് ഈ ഭാഗം ഇതുണ്ടോ, നമ്മളിങ്ങനെ ചിരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റും. ഒരു തൊലി പോലും അവശേഷിക്കത്തില്ല. അത് നല്ല രീതിയിൽ ഈ ഭാഗം കട്ടായി കിട്ടും. നമ്മൾ നമ്മുടെ ഈ റൂട്ടിംഗ് ബോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അകത്ത് നമുക്ക് ചെയ്യാനുള്ള ഈ മിശ്രിതം എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൂട്ടിംഗ് ബോളും ഇവിടെ എടുത്തിട്ടുണ്ട്.
നമുക്കിവിടെ കുറച്ച് കറ്റാർവാഴയുടെ തണ്ടുണ്ട്, കറ്റാർവാഴയുണ്ട്. അത് നമുക്ക് മുറിച്ചെടുക്കാം. ഈ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഒരു റൂട്ടിംഗ് ഹോർമോൺ പോലെ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. നമുക്കല്ലാതെ റൂട്ടിംഗ് ഹോർമോൺസ്, റൂട്ടിംഗ് പൗഡേഴ്സൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഈ ജബോട്ടിക്കാവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വളവോ ഒരു കെമിക്കലോ ഉപയോഗിക്കാതെ നമ്മൾ തന്നെ പറിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിന് ഉള്ളിലോട്ട് ഇത്തരം കെമിക്കൽ അംശങ്ങൾ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനത്തെ ജൈവ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ പുറത്തോട്ട്. സിമ്പിളാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗത്തോട്ട് ഇതിങ്ങനെ തേച്ച് കൊടുത്താൽ ഇതുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ജെല്ല് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അതിൻ്റെ എല്ലാ വശത്തും നമ്മൾ ഈ 3 വശത്തും നമ്മളിതിങ്ങനെ തേച്ച് കൊടുക്കണം. ഈ സൈഡിലും അപ്പുറത്തും എല്ലാം നമ്മളിത് തേച്ച് കൊടുക്കണം. എല്ലാ സൈഡിലും നമുക്ക് വേരിറങ്ങേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂട്ട് ബോൾ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ പോട്ടിംഗ് ശബ്ദം എടുത്ത് വെച്ച് കൊടുക്കാം. രണ്ട് ഭാഗത്തും അത്യാവശ്യം നിറച്ച് വെക്കണം. എന്നാലേ നടുക്കായിട്ടത് സ്റ്റിക്കായിട്ടിരിക്കുകയുള്ളൂ. ആ ഭാഗത്തോടെ, അതായത് നമ്മുടെ റൂട്ട് ഹോർമോണൊക്കെ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന, അതായത് കറ്റാർവാഴയൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് അമർന്നിരിക്കണം. ആ ഭാഗത്ത് നന്നായിട്ട് അമർന്ന് വരണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ വേരുകൾ ഇറങ്ങുള്ളൂ. ഇതിൻ്റെ സംഭവം ഇത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ റൂട്ടിംഗ് ബോൾസ് ഉപയോഗിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിൾ. ഇത് ലോക്കുണ്ട്, ഇത് കണ്ടോ, ഇവിടെയായിട്ട് ഈ ലോക്കുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുണ്ടോ, ഇത് നമ്മൾ ഇതിപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊന്നും നമ്മളിത് വന്നു കഴിഞ്ഞാൽ നടുക്കായിട്ട് ഈ ഭാഗം നടുക്കായിട്ട്, അതായത് ആ ചെത്തി കളഞ്ഞേക്കുന്ന ഭാഗം സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് ഇത് അടച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ഇങ്ങനെ റൂട്ട് ബോൾസ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ചെളി പോലെ വരുന്നതുകൊണ്ട് ഇത് താഴോട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഊർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ താഴ്ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും, തടഞ്ഞ് അവിടെ ഇരുന്നോളും. ഇത് ഈ ലോക്കിംഗ് സംവിധാനം വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഭാഗത്ത് ഇത് ലോക്കാണ്. ഇത് ലോക്ക് വരുന്നതുകൊണ്ട് നന്നായിട്ട് അത് ലോക്കായിട്ട് ഇരുന്നോളും. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യണം. ഭയങ്കര എളുപ്പം, ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. ഇവിടെ നമ്മളിപ്പം കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഈ റൂട്ട് ബോൾസിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൂടെ കയറ്റി രണ്ട് സൈഡിലും അത് കയറ്റിയിട്ട് അതിൻ്റെ മുകളിലത്തെ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് താഴോട്ട് ഇറങ്ങി പോകത്തില്ല. പിന്നെ നമ്മൾ ഇച്ചിരിയും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. ഇത് ഇനിയിപ്പം ഈ ഭാഗത്ത് ഒക്കെ നമ്മൾ മണ്ണല്ല, ഈ മിശ്രിതം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ മുകളിൽ നിന്ന് ഒഴുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോകരുത്, ഇതിൻ്റെ അകത്തൂടെ അങ്ങ് ഇറങ്ങി പോകരുത്. മണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ഒത്തിരി വെള്ളമൊന്നും വരത്തില്ല, കുറച്ച് ഇങ്ങനെ ഊർന്നൊക്കെ വരുള്ളൂ. എന്നാലും നമ്മൾ അതിലേക്കൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ അതൊരു പ്രശ്നമാകില്ല. അതുകൊണ്ട് മുകളിലാണ് ശരിക്കും വെക്കേണ്ടത്, ഈ മോൾ ഭാഗത്താണ് ശരിക്കും വെക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ കെട്ടിയും കൊടുത്തിട്ടുണ്ട്, അതവിടെ ലോക്കായിട്ട് കടന്നോളും, കുഴപ്പമില്ലാതെ കിടന്നോളും. ഇപ്പോൾ ഇനി നമുക്കൊരു 4 മാസമൊക്കെ കഴിയുമ്പോൾ എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഇതിലെ ഈ മരത്തിൽ തന്നെ പല ബ്രാഞ്ചുകൾ നമുക്കിങ്ങനെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പം ഒരെണ്ണം കൂടെ ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്.
ഒരു റൂട്ടിംഗ് ബോളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിലുള്ള അവിടെ ഓൾറെഡി നമ്മുടെ പ്ലാന്റിൽ ചിലതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഓരോന്നോരോന്നാണ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇതുണ്ട് ഈ ഭാഗത്തായിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം. ഇതുണ്ടോ, ഈ ഭാഗത്തായിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അടുത്തത് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 3 ഇഞ്ചോളം വലിപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഇഞ്ച് മിച്ചം കനത്തിലിടുന്നത്. അതായത് 1 ഇഞ്ച് കനത്തിൽ നമ്മളിത് തൊലി കളയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കനത്തിൽ കളയണമെന്നില്ല. ഒരു സെൻറ്റിമീറ്ററൊക്കെ കനത്തിൽ കളഞ്ഞാലും മതി. ഇപ്പോൾ ഈ റൂട്ടിംഗ് ബോൾ ഇപ്പം 3 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം തൊലി കളയുന്നത്. അല്ലെങ്കിൽ അത്രയും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം മുഴുത്ത തണ്ടയിലാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സ്ട്രോങ് ആയിട്ടുള്ള, അപ്പോൾ കുറച്ചും കൂടെ വേരുകൾ വേണമെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയും കൂടെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ റൂട്ടിംഗ് ബോൾ ആണെങ്കിലും അതിന് 2 വശമുണ്ട്. ആ 2 വശം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഒരു വശത്ത് വീതി നന്നായിട്ട് കൂടുതലും മറ്റേ വശത്ത് വീതി കുറവുമാണ്. ഈ ഭാഗം മുകളിൽ വരുന്നതാണ് നല്ലത്. മുകളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്ന് ഒഴുകി പോകാത്ത രീതിയിൽ മുകളിൽ ചെറുതും അടിയിൽ എന്നാൽ വെള്ളം കെട്ടി നിൽക്കാതെ പോവുകയും ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഈർപ്പം പാടില്ല. എന്ന് വെച്ചാൽ ഈർപ്പം വേണം, വേരുകളൊക്കെ മുളയ്ക്കാൻ ഈർപ്പം വേണം. ഡ്രൈ ആയി പോകാൻ പാടില്ല. അതായത് ഈ സാധനം, ഈ മണ്ണ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് പറ്റിയ സമയം മഴക്കാലം ആയതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഇപ്പോൾ വെക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ചെറുതായിട്ട് മഴയൊക്കെ കിട്ടുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി, ആവശ്യത്തിന് വെള്ളം ഇറങ്ങി അത് ഈർപ്പം ആയിട്ടിരുന്നോളും. ഇൻ കേസ് നമ്മൾ വേനൽക്കാലത്താണ് ചെയ്യുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. മുകൾ വശത്ത് നമ്മൾ അതിനും പറ്റിയ സംഭവമാണിത്. ഇതിന് മുകളിൽ നിന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അടിയിൽ കൂടെ ഡ്രെയിൻ ആയി പൊക്കോളും. പക്ഷേ ഓവറായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഓവറായിട്ട് ഒഴിക്കില്ല. മഴ പെയ്ത് പോരുമ്പോഴാണ് അങ്ങനത്തെ കാര്യം വരുന്നത്. അപ്പം അതും ശ്രദ്ധിക്കണം. ഇത് ഡ്രൈ ആയി പോകാൻ പാടില്ല, അന്നേരം വേരിന് ഇറങ്ങാനുള്ള ടെൻഡൻസി വരത്തില്ല. മോയ്സ്ചർ വരുമ്പോഴാണ് അവിടെ വേരുകൾ ഇറങ്ങി നമുക്ക് റൂട്ട് ഫോം ചെയ്ത് നമുക്കൊരു പുതിയ തൈയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ബോളുള്ള ആ ഭാഗത്ത് ഇത് കണ്ടോ, നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു ബോളുള്ള ഇതിപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റായിട്ട് നമുക്ക് കിട്ടുക, പുതിയൊരു പ്ലാന്റായിട്ട് കിട്ടുക. അപ്പം ഈ വലിയ തണ്ടും വലിയ ഒരു വേരവുമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ 3 ഇഞ്ച് വരുന്നത്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ചെറിയ തണ്ടയിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു കുഞ്ഞു ഭാഗത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതുണ്ടോ, ഇതുപോലത്തെ ചെറുതന്നെയാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ 2 ഇഞ്ചിൻ്റെയോ 1 ഇഞ്ചിൻ്റെയോ ഒക്കെ റൂട്ടിംഗ് ബോൾ വെച്ചാൽ മതിയാവും. വലിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലുത് വെക്കുന്നത്. അപ്പം ഇതേൽ ഞാൻ ഈ പറഞ്ഞ പോലെ കയറിട്ട് കെട്ടിയിട്ടുണ്ട്. കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഊർന്ന് പോകാതിരിക്കാൻ വേണ്ടി, വെള്ളമൊക്കെ വരും ഭാഗത്തുനിന്ന് ലൂസായിട്ട് ഊർന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇതിന് തന്നെ ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഇട്ട് ക്രോസിനെ കെട്ടിയേക്കുവാണ്. അത് വേറൊരു ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റൂട്ടിംഗ് ബോൾ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി ആ റൂട്ടിംഗ് ബോൾ നമുക്ക് തുറന്ന് പോകാതെ, ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇതിൻ്റെ ഈ ലോക്ക് തുറന്ന് പോകാത്ത രീതിയിൽ ഇത് ജസ്റ്റ് ഒരു ലോക്ക് വെച്ച് അടഞ്ഞിട്ട് ആ ലോക്കിനൊരു സപ്പോർട്ടും കൂടി ആയിട്ട് ഈ കയറ് വർക്ക് ചെയ്യും. കയറ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും നമ്മൾ കെട്ടി മുകളിലും കൂടെ ചേർത്ത്, മുകളിലത്തെ ഹോൾ വഴിയും കൂടെ ചേർത്താണ് കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നത് ഇത് തുറന്ന് പോകാതെയും ഒരു സപ്പോർട്ട് കിട്ടും. മുകളിൽ ഇതുണ്ട്, ഇതിൻ്റെ ഈ ഹോൾ വഴി കയറ്റി ഇതിനെ ഒരു ലോക്ക് ചെയ്ത്, ഇവിടെ മുകളിലൊരു ഹോളും കൂടെ ഉണ്ട്, അതുവഴിയാണ് ഞാൻ ബാക്കിയെല്ലാത്തിനും ചെയ്തേക്കുന്നത്. ഇതിനെ അങ്ങനെ ചെയ്തില്ല. അപ്പം അങ്ങനെ ചെയ്ത് വെക്കുമ്പോഴുണ്ടോ ഇവിടെ ചെയ്തേക്കുന്നത് നോക്കിയോ, താഴെ ഹോളുണ്ട്, അതുപോലെ മുകളിലും 2 ഹോൾ വഴി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കയറ്റി അങ്ങനെ വെക്കുമ്പോഴേക്കും ഇത് തുറന്നു പോകാതെയും നമുക്ക് സപ്പോർട്ട് കിട്ടും. അതുപോലെ ഇത് ഊർന്ന്, അപ്പം ഇതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഏരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബ്രാഞ്ച് ഉള്ളതല്ല. അപ്പോൾ ഇച്ചിരി താഴേക്ക് ആയിരിക്കും ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഭാഗത്തുനിന്ന് ഇതെന്തെങ്കിലും കാരണവശാൽ വേറെ സപ്പോർട്ടില്ലാതെ ഊർന്ന് പോകാതെയൊക്കെ ഒരു സപ്പോർട്ടായിട്ടും നമുക്ക് മുകളിലൊരു ബ്രാഞ്ച് പോലത്തെ സ്ഥലത്താണ് നമ്മൾ കെട്ടി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് താഴോട്ട് പോകത്തില്ല. അപ്പോൾ താഴോട്ടും പോകത്തില്ല, ഇത് തുറന്നും പോകാത്ത രീതിയിൽ ഒരു സപ്പോർട്ടായിട്ട് ഈ കയറ് കെട്ടിയേക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. ഇപ്പം തന്നെ നോക്കി അതിൻ്റെ അകത്ത് മോയ്സ്ചറൊക്കെ വന്നിരിപ്പുണ്ട്. ആ മോയ്സ്ചർ അതിവിടെ വേണം, എന്നാലും നമുക്കിത് റൂട്ട് ഫോം ചെയ്തുള്ളൂ. എന്ന് വെച്ചാൽ ഓവറായിട്ട് മോയ്സ്ചർ പാടില്ല,
ഓവറായിട്ട് മഴയൊക്കെ വരുമ്പോൾ പോകാനുള്ള വാൽവ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ വാൽവിൽ കൂടെ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കറ്റാർ വാഴയാണ്. അതിപ്പോൾ ഒരു തവണ ഇത് ഉപയോഗിച്ചതാണ്. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെയും തേക്കാനുള്ള സാധനം ഇതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കറ്റാർ വാഴ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് റൂട്ടിംഗ് ബോൾ വെക്കാം. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ റൂട്ടിംഗ് ബോൾ ലോക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കയറ് ഇതുണ്ട്, ഇപ്പുറത്തൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട്. അതൊരു സപ്പോർട്ടായിട്ട്. പക്ഷേ ഇവിടെ ഞാൻ കയറ് കെട്ടാതെ തന്നെ ഇതിവിടെ നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല, കയറ് കെട്ടാതെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും മഴ വരുമ്പോൾ നല്ല ഹെവിയായിട്ട് റെയിൻ ചെയ്യുമ്പോൾ തുറന്നു പോകാതെയും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചുമ്മാ ആണെങ്കിലും നിൽക്കും കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താൻ വേണമെങ്കിൽ. ഇവിടെ പിന്നെ ഇത് ചെറിയ സപ്പോർട്ട്, ഇവിടെ ചെറിയൊരു വെഡ്ജ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അല്ലാത്ത കേസുകളിൽ നമുക്കൊരു പ്രിക്കോഷനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ 4 മാസത്തേക്ക് നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതും കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഏകദേശം 5 എണ്ണത്തോളം ചെയ്തു. ഇതിപ്പം കെട്ടി വെക്കുന്നതിന് ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊട്ടക്ഷനും മുകളിൽ നമുക്ക് ഈ ബ്രാഞ്ച് പോലെയുള്ളിടത്താണ് നമ്മൾ കെട്ടി വെക്കുന്നത്. അപ്പോൾ അതൊരിക്കലും താഴോട്ട് പോകത്തില്ല. പിന്നെ അവിടെ ലോക്കുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് നൈലോണ്ട് നല്ല കയറായതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ വേണമെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ ഇത് ഉപയോഗിച്ച് ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് ലെയറിങ് ചെയ്യുമ്പോൾ ഈ കയർ തന്നെ ഉപയോഗിക്കാം. കാരണം അതിൻ്റെ കറക്റ്റ് സൈസിൽ നമ്മൾ മുറിച്ചെടുത്തേക്കുന്നതായതുകൊണ്ട് കുറച്ച് നീളക്കൂടുതലുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിന് പിന്നെ ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട് നല്ല കയർ ഉപയോഗിക്കുകയാണെങ്കിൽ. നമ്മൾ ഈ റൂട്ടിംഗ് ബോളിൻ്റെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഇപ്പോൾ റൂട്ടിംഗ് ബോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത 4 ഭാഗത്തും ചുറ്റും നന്നായിട്ട് കവർ ചെയ്യുന്നുള്ളത്. കാരണം ഈ റൂട്ടിംഗ് ബോൾ നമ്മളിത് മണ്ണ് എൻ്റെ മിശ്രിതം നിറച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്ത് നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞതുണ്ടോ, അപ്പം തന്നെ ഒരു ബോൾ പോലെ ഫോം ചെയ്ത് കഴിഞ്ഞു. അത് 4 ഭാഗത്തുനിന്നും എന്താ പറയുക, ലെയർ ചെയ്ത ഭാഗത്തോട്ട് നല്ലൊരു സപ്പോർട്ട് വരും. പിന്നെ നമുക്കിങ്ങനെ പിടിപ്പിച്ചെടുക്കാം. ഇതിപ്പം സപ്പോർട്ട് പോയതുകൊണ്ടാണ്. പക്ഷേ ഇത് ലെയറിൻ്റെ അകത്താണെങ്കിൽ നല്ല ഈ ബോൾ പോലത്തെ സാധനം നന്നായിട്ട് ക്ലോസ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അതിന് നല്ല സപ്പോർട്ടും കിട്ടും. നന്നായിട്ട് ലെയർ പിടിക്കാൻ, വേരുകൾ പിടിച്ച് വരാനും നല്ല സാധ്യതയുണ്ട്. അതാണ് ഈ റൂട്ടിംഗ് ബോളിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ രീതിയിലും നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഉപയോഗങ്ങൾ. ഇത് ഞാൻ ലെയറിങ്ങിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞത്. പക്ഷേ ഇത് ഒരു സപ്പോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കൂട്ടുകാരെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഈ പ്ലാന്റ് നമ്മളിപ്പം നമ്മുടെ ജബോട്ടിക്കാവ പ്ലാന്റാണ്. നമ്മുടെ സ്വന്തം എസ്കാർലറ്റ് വെറൈറ്റിയിൽപ്പെട്ട ജബോട്ടിക്കാവയാണ്. ഇത് ഏകദേശം 6 വർഷത്തോളമൊക്കെ പഴക്കമുണ്ട്. ഇതിന് ആയുസുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പലയിടത്തും ലെയർ ചെയ്ത് ഏകദേശം 8 എണ്ണം നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ബോൾസ്, 8 ബ്രാഞ്ചസ്, 8 പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സംഗതികൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കായ്ക്കുന്ന, എപ്പോഴും നമുക്ക് ഫലം കിട്ടുന്നു. ഇപ്പോൾ പോലും മുട്ടകളുണ്ട്. ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞിട്ടിരിക്കുവാണ്. ഒരു പറിക്കൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ്. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഷോർട്സ് ആയിട്ടും അല്ലാത്ത മെയിൻ വീഡിയോ ആയിട്ടൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പം എസ്കാർലറ്റ് വെറൈറ്റിപ്പെട്ട സാധാരണ എസ്കാർലറ്റ് വെറൈറ്റിപ്പെട്ട കായ്കൾ നല്ല ചുവന്ന നിറത്തിൽ പെട്ടെന്ന് കായ്ക്കുന്ന, ഒരു 3 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാന്റുകളാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ചെയ്തത്. നമ്മൾ സബാറ, നമുക്ക് വീഡിയോയ്ക്കകത്തേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. തൊട്ടടുത്തോണ്ട് നിൽപ്പുണ്ട് നമ്മുടെ സബാറ വെറൈറ്റി പ്ലാന്റ് അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇത് നോക്കിയാൽ കാണാം. ഇത് സബാറ വെറൈറ്റി പ്ലാന്റാണ്. ഇതൊന്നും കായ്ച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിലൊന്നും നമുക്ക് ഇത് ചെയ്താലും നമുക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമുക്കത് കായ്ച്ചത് കൊണ്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് കൊടുക്കുവാണെങ്കിലും അയാൾക്ക് പ്രയോജനം ഉണ്ടാകണം. ഈ സബാറ ഇനത്തിൽപ്പെട്ടത് കായ്ക്കാൻ സ്വാഭാവികമായിട്ടും തന്നെ നല്ല സമയം എടുക്കുന്ന ഒരു വെറൈറ്റിയാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരു തൈ ഉണ്ടാക്കി നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ചുമ്മാ ഒരു തൈ ഉണ്ടാക്കി അവർക്കും പിന്നെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇത് കായ്ച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. ചിലപ്പം പെട്ടെന്നൊക്കെ കായ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കായ്ക്കാത്ത ഒരു പ്ലാന്റിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് കായ്ച്ച് നല്ല മൂപ്പത്തിയ ഒരു മരത്തെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് പിന്നീട് നമുക്ക് തൈയായിട്ട് റെഡിയായി വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പില്ല അത് തൈയായിട്ട് വരുമോ എന്നൊന്നും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. റെഡ് ബോൾസിൻ്റെ ഒരു പരീക്ഷണം കൂടെയാണ്. എത്രത്തോളം സക്സസ് ഉണ്ടാവുമെന്ന് 8 വെച്ച് 8 കിട്ടുമോ പ്ലാന്റായിട്ട് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും 8 കിട്ടുവാണെങ്കിൽ പുതിയ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. നല്ല ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന എല്ലാം അത്യാവശ്യം 3 ഇഞ്ചിൻ്റെ റൂട്ട് ബോൾസിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. നമുക്ക് വലിയ ഒരു ബ്രാഞ്ചിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് വെട്ടിക്കളയേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്കൊരു തൈയായിട്ട് എടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റാണ് കിട്ടുന്നത്. നമുക്കത് സുഖമായിട്ട് നല്ലൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങളും ഇതുപോലെയൊക്കെ ഈ റൂട്ട് ബോൾസിൻ്റെ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുക ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലെയറിങ് അല്ലെങ്കിൽ പുതിയ പ്ലാന്റിങ്, ഈ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മേഖലയിലുമായിട്ട് ചെയ്യുന്നവർക്കൊരു പുതിയൊരു പ്രോഡക്റ്റിനെ പറ്റി അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് കമ്പനിയുടെ നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ അല്ലെങ്കിൽ ഇത് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ലെയർ ചെയ്യുമ്പോൾ സാധാ പോലെ തന്നെ ചെയ്താൽ മതി. ഞാനൊരു ഇത് വീഡിയോ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇങ്ങനെ ഈ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ലോക്കിംഗ് സിസ്റ്റവും അതിൻ്റെ ആ സംവിധാനങ്ങളെല്ലാം നമുക്ക് ഭയങ്കര ഈസി ആക്കുന്നുണ്ട്. ഈ മെത്തേഡ് ഭയങ്കര ഈസി ആകുന്നുണ്ട്. പിന്നെ ഈ റീയൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടൊക്കെയാണ് അത് വീഡിയോ ആയിട്ട് കാണിച്ചത്. ഹലോ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലത്തെ രീതിയിൽ നിങ്ങളുടെ പേര, ഈ ജബോട്ടിക്ക ഉണ്ടെങ്കിൽ അങ്ങനത്തെ തൈകൾ, മാവിൻ്റെ തൈകൾ, ഇതെല്ലാം നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.